ഈ സുന്ദരിക്ക് പൊട്ടൂത്തൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ സ്ഥിരം ഓണം പരിപാടികളിൽ കാണുന്ന ഒരു പരിപാടിയാണ് സുന്ദരിക്ക് പൊട്ടൂത്തൽ. പക്ഷേ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഈ പ്രോപ്പർട്ടി വന്നതിന് ശേഷം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതൊരു ഭയങ്കര ട്വിസ്റ്റ് ആക്കി എന്റെ ചിന. പ്രോപ്പർട്ടി വരട്ടെ. കാലം മാറുന്നതോടുകൂടി മത്സരങ്ങൾക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ സുന്ദരി മാറി ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ കുറേ സുന്ദരന്മാരുടെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് മത്സരം എന്ന് പറയാം. ആദ്യത്തെ മത്സരത്തിൽ 2 പേര് മതി. ഒരു ഫീമെയിൽ ഇവിടുന്നും ഒരു ഫീമെയിൽ ഇവിടുന്നും. 2 ടീമിന്റെ ക്യാപ്റ്റന്മാർ നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു ഫീമെയിൽ വിടുക. അപ്പൊ നോക്കിയപ്പോഴേ ഉണ്ണി മാത്രമാണ് കല്യാണം കഴിക്കാത്ത. അപ്പൊ ഉണ്ണിയെ ഒന്ന് വളച്ച് സെറ്റ് ആക്കണമെങ്കിൽ രംഭ തിലോത്തമ ആ റേഞ്ച് പിടിക്കണം. അതുകൊണ്ട് നമ്മൾ രംഭ ഇറക്കാം. മിസ്റ്റർ സിയാൻ സിജോ, ഞങ്ങളുടെ സരിഗമ ടോപ്പർ ഞങ്ങളുടെ ശ്വേതക്കുട്ടി. ഓക്കെ, ശ്വേത, രംഭ, ഈ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞുതരാം. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേറ്റിൽ ഒരു ഭംഗിയുള്ള ലിപ്സ്റ്റിക് ഇരിപ്പുണ്ട്. ഒരു സാരി ഉണ്ടായിരുന്നല്ലോ, ഇവന്റെ കയ്യിൽ ഒരു സാരി ഉണ്ട്. ആ സാരിയുടെ ഉള്ളില് 2 പേർക്ക് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ സാരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്സരത്തിന് നമുക്ക് സമയം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. 2 മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ സുന്ദരിക്ക് നിങ്ങളുടെ സുന്ദരന് പൊട്ട് കുത്തയല്ല, നല്ല കിസ്സാണ്, അല്ലെങ്കിൽ ക്വിസ്. അപ്പോൾ 2 മിനിറ്റാണ്. നെറ്റിയിൽ മതി കേട്ടോ, നെറ്റിയിലാണ്. അത് 2 മിനിറ്റിനുള്ളിൽ എത്ര ഉമ്മ നിങ്ങൾ കൊടുക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞുതരാം. ഒരാൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്ത്, ഇപ്പോൾ രംഭയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നതെങ്കിൽ രംഭയുടെ ഒപ്പം ഈ സാരിയുടെ ഉള്ളിലേക്ക് ശ്വേതയും കയറും. ശ്വേത എന്ത് ചെയ്താലും രംഭയെ കൊണ്ട് ഉമ്മ വെപ്പിക്കില്ല, പക്ഷേ രംഭ ഉമ്മ വെച്ചേ പറ്റൂ. അതിനിടയിൽ ആകെ അഴിഞ്ഞു കൊടുക്കുന്നത് ഈ ലിപ്സ്റ്റിക് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രം. അല്ലാത്ത സമയത്ത് മാക്സിമം ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും ഉമ്മ വെപ്പിക്കരുത്. നിങ്ങൾ എങ്ങനെ വന്നാലും ഉമ്മ വെച്ചേ പറ്റൂ. ഉമ്മ വെക്കുന്നതല്ല ഗെയിം വലിച്ചോണ്ട് പോലാണെങ്കിൽ അത് പക്ഷേ ഉമ്മ വെക്കലാണ് നിങ്ങളുടെ കഴിവ്. ശരി, അപ്പോ മത്സരം ആരംഭിക്കാൻ പോവാണ്. ആദ്യം ആരും മത്സരിക്കാൻ പോകുന്നത്? ആദ്യം ശ്വേത. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് മത്സരിക്കുന്നു, ലിപ്സ്റ്റിക് എടുത്ത് തേക്കുന്നു, ഇവിടെ വന്ന് ഒരു ആർട്ടിസ്റ്റിനെ ഉമ്മ കൊടുക്കുന്നു. അടുത്ത തവണ വരുമ്പോൾ ആ സെയിം ആർട്ടിസ്റ്റിനല്ല ഉമ്മ കൊടുക്കേണ്ടത്, അടുത്ത ആർട്ടിസ്റ്റിന് വേറെ ആൾക്കാണ്. മനസ്സിലായോ? അപ്പോൾ 2 മിനിറ്റ് മാക്സിമം ഉമ്മകൾ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടുത്ത് ഇനി ലിപ്സ്റ്റിക് കേൾക്കാൻ. ലിപ്സ്റ്റിക് കേക്ക്. ഞങ്ങളുടെ കൊച്ച ആരാണെന്നാ വിചാരിച്ചിരുന്നത്? രംഭ എന്താ സംഭവം? ഇത്രക്ക് ആക്രാന്തം ഉമ്മ കൊടുക്കാൻ കുറച്ച് സമയം എന്താ കുട്ടി? വിടരുത്. കേറിക്കോ. സമയമാണ്. നിങ്ങൾ അവിടെ നെറ്റിയിൽ നിന്ന് പറഞ്ഞിട്ടാ. കൗണ്ട് ഡൗൺ. അതുകൂടെ നീ ചെയ്തോ. 9 8 7 6 5 4 3 2 1 0. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ?
ഭാഗ്യൻ ആരാണോ ഇത്രയ്ക്ക് ഉമ്മയ്ക്ക് ആക്രാന്തം. ഇത്ര ആക്രാന്തം ഉമ്മയ്ക്ക്? ഇത് മത്സരമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ആക്രാന്തമൊന്നുമില്ല. കാണിച്ചു തരാൻ. അല്ല, ആരോഗ്യക്കുറവ് അവളുടെ പ്രശ്നമല്ല. ഏത് ഏറ്റവും അപ്പൊ ഏതായാലും നമുക്ക് എണ്ണി നോക്കാം. എത്ര ഉമ്മ? 1 2 3 4 5 6 7 ഉമ്മകളാണ് നമ്മുടെ ശ്വേത. കൃത്യമായിട്ട് നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് നെറ്റിയിൽ മാത്രം നമ്മൾ കമന്റ് ചെയ്തിട്ടുള്ളൂ. 2 മിനിറ്റിനുള്ളിൽ 7 ഉമ്മ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ 8 ഉമ്മ, അതും നെറ്റിയില്. അങ്ങനെ സീരിയൽ ടീമിന്റെ ഊഴമാണ്. മിസ്റ്റർ വിജയ്ക്കൊന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാനില്ല, എനിക്ക് കാണാനേ ഉള്ളൂ. ഇതിലെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയാം. ഇനി ഒന്നും പറയാനില്ല. റെഡി 1 2 3 ഉമ്മ വെച്ചില്ലെങ്കിലുവേ സ്റ്റാർട്ട്. ജീവൻ ബാക്കി വെച്ചേക്കണം കേട്ടോ. ഉമ്മ ശ്വേത, വെച്ചില്ലെങ്കിലും മോളെ പൊളിച്ചെടുക്കണം കേട്ടോ. വാ മോനെ, വാ, പാടകണ്ട. വാ, കേറി വാ, വാ കേറി വാ. ആ, 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 വലിക്കടാ, എന്റെ ഭഗവാനെ, വലിക്കടാ. വീഴരുത് വീഴരുത് വീഴരുത്. അനക്കൂല. ഞങ്ങൾ ചേത പിടിച്ചാൽ പിടിച്ചതാണ്. ഒരു പേരിന് വേണ്ടി ഒരു ഉമ്മയെങ്കിലും ഒരു- സമയം തീരാറായി. 10 9 8 7 അയ്യോ. 6 5 അങ്ങനെയല്ല. 4 2 1 0. ഇതുപോലൊരു കിടലത്തിന്റെ അടുത്തൊക്കെ തോറ്റു കൊടുക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. അയ്യോ രക്ഷയില്ല. പക്ഷേ ഈ മത്സരം നമ്മൾ തീർത്തിട്ടില്ല. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെയാണ്. അതിലും കൂടെ അവർ ജയിച്ചാലേ നമ്മൾ യഥാർത്ഥത്തിൽ തോക്കും, ഇല്ലെങ്കിൽ നമുക്ക് ടൈ ആവും. അടുത്ത നമുക്ക് റൗണ്ടിൽ ഒരു കിടിലം ആണിനെ തന്നെ ഇറക്കണം കേട്ടോ. അവിടെ ഉള്ളമാരെ തൂത്തു വാരി അടിക്കുന്നവർ തന്നെ. ആ അതെ, ഇതൊക്കെ സീരിയൽ അറിയാൻ ടീമിൽ നിന്ന് തീർന്ന്. ഒരു ആൺകുട്ടിയും ഇവിടുന്ന് സരിഗമപായിൽ നിന്ന് ഒരു മിടുക്കനായ ആൺകുട്ടി. സോണിയ ഇവരെ തോൽപ്പിക്കാൻ ധൈര്യമുള്ളൊരു വാ. ചിന്നൻ വാ, ചിന്നൻ. ചിന്നനെ കൊണ്ടേ പറ്റൂ. ചിന്നൻ, please, ചിന്നൻ. ചിന്നനെ മാത്രമേ ഉള്ളൂ ഉമ്മ കൊടുക്കാൻ. ചിഹ്നം അടിപൊളി. അങ്ങനെ സരിഗമപ ടീമിൽ നിന്ന് അക്ബർ ഖാനും സീരിയൽ ടീമിൽ നിന്ന് ചിന്നനുമാണ് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. ചിന്ന വേറൊരു കാര്യമുണ്ട്, പുള്ളിക്ക് നാളെ 1-2 അസൗകര്യങ്ങൾ. കാരണം എനിക്ക് തോന്നി അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് തൽക്കാലത്തേക്ക് അക്ബർ ഖാൻ അവിടെ പോയിരുന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സിജു മത്സരിക്കാൻ പടവേടിച്ച് സിജു. പന്തളത്ത് ചെന്നപ്പോ പന്തം കുളത്തി പോടാ. ഇതാണ് അടുത്ത് വരണത്. ചിന്ന കീരിമാറി ചെങ്കീരി കയറിയ മുത്തേ. കിരി മാറി ചെങ്കീരി വന്നത്. ഓക്കെ ചിന്നൻ, റെഡി സിജു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സിജു ആണ് ആദ്യം മത്സരിക്കാൻ പോകുന്നത്. ചിന്നൻ, നീയാണ് ഉമ്മോക്കേണ്ടത്. മത്സരം ആരംഭിക്കാൻ പോവാണ്. സിജു ആൻഡ് ചിന്നൻ. റെഡി 1 2 3 സ്റ്റാർട്ട്. റൗണ്ട് ഇത് പുറത്തു വരരുത്. ചിന്നത്തമ്പി കമാൺ. റൗണ്ട് ഇത് പുറത്തു വരരുത്. തമ്മിൽ മേത്തോടിക്കല്ലേ? ദേഹത്തോടരുത്. സിജു ദേഹത്തോടരുത്. ദേഹത്തോടിച്ചില്ല. നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടല്ലടാ. ഇവിടെ എഴുന്നേറ്റ് വാടാ. സൂപ്പറാ മുത്തേ, സൂപ്പറാ മുത്തേ. അടിപൊളി. സ്റ്റാമിന കീപ്പ് ചെയ്തു. ടൈം ആവും, ഇപ്പൊ ആവും. അയ്യോ, സമയം മതി. വാടാ മോനെടാ സിജു, വാടാ. വാ. 1.5 മിനിറ്റ് ആയി. അയ്യോ, ഒരു പൗല് കൊടുത്തിട്ടില്ലേ? ഇനി ഒരു 30 സെക്കൻഡും കൂടെ ബാക്കിയേ ഉള്ളൂ. പിന്നെ ഒരു 30 സെക്കൻഡ് കൂടെ പിടിച്ചു വെച്ചാൽ മതി. പിന്നെ കമോൺ നിന്ന ടീച്ചേട്ടാ, വാ മോനെ, വാ. Come on, ഡാ, മോനിഷ, come on, ഡാ. ഇടരുത് ഇല്ല. 10 9 8 7 6 5 4 3 2 1 0. കേക്കട്ടെ. ആദ്യത്തെ റൗണ്ടിൽ ചിന്നൻ അപ്പുറത്തെ ക്യാപ്റ്റൻ സിജുവിനെ ഒരു ഉമ്മ പോലും കൊടുക്കാൻ വിടാതെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാ രണ്ടാമത്തെ അവസരത്തിൽ ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. മത്സരം ആരംഭിക്കാൻ പോകുന്നു. സിജു, ഒരു കാരണവശാലും ചിന്നനെ വിടരുത്. റെഡി 1 2 3 സ്റ്റാർട്ട്. ചിന്ന കൊണ്ടുവാ. ചിന്ന
ചിന്ന വാ അടി അടി, വാ. ചിന്ന കൊണ്ടുവാ കൊണ്ടുവാ എന്റെ അമ്മേ, അങ്ങനെ വാശിയേറിയ മത്സരത്തിനൊടുവിൽ നമ്മുടെ രണ്ട് ടീമുകളും കിടിലം മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചവെച്ചത്. അതായത് ആദ്യത്തേതിൽ ഫീമെയിൽസ് ജയിച്ചെങ്കിൽ രണ്ടാമത്തേൽ നമ്മുടെ മാനരക്ഷിക്കാരൊരു നമ്മുടെ ചിന്നൻ ഇറങ്ങി. വിജയ്, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നിലവിൽ മത്സരം ഒപ്പത്തിനൊപ്പം വന്നിരിക്കുകയാണ്. പെൺകുട്ടികളുടെ ടീം ഒരു ടീം നമ്മുടെ ജയിച്ചിരിക്കുന്നു, സീരിയലിന്റെ ടീം ടൈ ആയിരിക്കുന്നു. ഇതിൽ മത്സരം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഫ്ലേവർ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട നമ്മുടെ ഈ ടോട്ടാലിറ്റിയാണ്. സി കേരളം എന്ന് പറഞ്ഞ ഈ ഫാമിലിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തായാലും ചിന്നനും സിജുവും ചേർന്നുള്ള ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ കൊടുക്കും. അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ചിന്നനും ഷിജുവും മാത്രമല്ല, നമ്മൾ എല്ലാവരും അളിയാ, എല്ലാവരും. मुरुका हरो हरा हो तेला युका